എല്ലാ പുണ്യാത്മാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തിരുവനന്തപുരം പഴഞ്ചിറ ദേവീക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ലളിതാ മഹായാഗം ലോകക്ഷേമാർത്ഥം അതിൻ്റെ 2ാം ദിവസമാണ് ഇന്ന്. ഈ യാഗം ബ്രഹ്മശ്രീ സതീശൻ ഭട്ടതിരിപ്പാടിൻ്റെ നിർദ്ദേശത്താലും അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ടുള്ള എല്ലാവരും ചേർന്നും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും തിരുവനന്തപുരത്തെ ശ്രീ മാതരം പിന്നെ ഗായത്രി ഗുരുകുലം ഇതെല്ലാം ചേർന്ന് നടത്തുന്ന ശ്രീ ലളിതാ മഹായാഗം അത് വളരെ പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ തന്നെ ഒരു ഉത്തമ മാതൃകയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇന്ന് നാം നേരിട്ട് വരുന്ന പ്രത്യേകിച്ച് സനാതന ധർമ്മത്തിനെതിരായിട്ട് നടന്നു വരുന്ന ഈ വെല്ലുവിളികൾ ഇതെല്ലാം നമ്മൾ വളരെ ഗൗരവപൂർവം കാണേണ്ടതുണ്ട്. കുറച്ചു കാലം മുമ്പ് മനുസ്മൃതിയിലെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞുള്ള ഒരു വാക്യം വെച്ചുകൊണ്ട് നമ്മുടെ നവോത്ഥാന നായകന്മാരെല്ലാം മനുസ്മൃതി കത്തിക്കുകയും സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുകയും ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നാം ഇവിടെ കാണുന്നത് ഭാരതത്തിൽ ഒരു സ്ത്രീയെ എങ്ങനെ നാം പൂജിക്കുന്നു, എങ്ങനെ ആദരിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ ഇവിടെ നടക്കുന്ന ലളിത മഹായാഗം. പൊതുവെ കുറച്ചു കാലങ്ങൾക്കെല്ലാം മുമ്പൊക്കെ ലളിതാ സഹസ്രനാമം സ്ത്രീകൾക്ക് ജപിക്കാൻ പാടില്ല എന്ന് വരെ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ലളിതാ സഹസ്രനാമം സ്ത്രീകൾക്കും ജപിക്കാം. അത് മാത്രവുമല്ല, അവർക്ക് യാഗത്തിനുള്ള അധികാരം കൂടി ഉണ്ട് എന്നുള്ളത് പ്രകടമാക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇന്നിവിടെ ലളിത മഹായാഗത്തിൽ കണ്ടുവരുന്നത്. ഇവിടെ ആദ്യം പൂജിക്കപ്പെടേണ്ടതും ആരാധിക്കപ്പെടേണ്ടതും സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകൾ എന്ന് പറയുന്നത് പരാശക്തിയായ ആ ദേവിയുടെ അംശാവതാരങ്ങളുമായിട്ട് വേണം തന്നെ നമ്മളത് കാണുവാൻ. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ സനാതനധർമ്മ രക്ഷയ്ക്കായിട്ട് എല്ലാവരും ഒരു ജപത്തിന്റെയും ഒരു ഉപാസനയുടെയും പദ്ധതിയിലെ പ്രത്യേകിച്ച് സ്ത്രീകളാൽ ദേവിയെ പൂജിക്കപ്പെടുകയും ആ സ്ത്രീകളെ നമ്മുടെ സമൂഹത്തില് ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. അപ്പൊ ഇതിനെല്ലാം ഉത്തമ മാതൃകയായിട്ട് നടക്കുന്ന ലളിത മഹായാഗം അതെല്ലാവരിലേക്കും അതിൻ്റെ സന്ദേശം എത്തട്ടെ, എല്ലാവർക്കും ഗുണഫലമാകുന്ന രീതിയിൽ അതിൻ്റെ സന്ദേശം പ്രചരിക്കട്ടെ എന്നും ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഇതിനെല്ലാം നായകത്വം വഹിച്ചുകൊണ്ട് ബ്രഹ്മശ്രീ സതീശൻ ഭട്ടതിരിപ്പാട് അദ്ദേഹം ഒരു തികഞ്ഞ ശ്രീവിദ്യോപാസകനാണ്. അനവധി ക്ഷേത്രങ്ങളിലെ തന്ത്രം ഉള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം കർമ്മങ്ങളിൽ നമ്മളെല്ലാവരും ഒരുപോലെ സഹകരിക്കുകയും അത് നമ്മൾ പ്രചരിപ്പിക്കുകയും വേണമെന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ലോകാംബിയായ ആദിപരാശക്തിയായ ലളിതാ ത്രിപുര സുന്ദരി എല്ലാവരിലെയും ഇതിനു വേണ്ടതായിട്ടുള്ള ഊർജം പകരട്ടെ. എല്ലാവരെയും ദേവി കാത്തു രക്ഷിക്കട്ടെ. നമസ്കാരം.